ശ്രീ രഘുചന്ദ്രൻ, വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മളൊക്കെയും ഈ വാർത്തയെ ഇനിയും ഉൾക്കൊള്ളാനാകുന്നില്ല എന്നുള്ളതാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ചെയർമാൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ അങ്ങക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഇത് നമുക്ക് എല്ലാവർക്കും വലിയ പ്രയാസമായി പോയി. കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് എല്ലാവരും ഈ മേഖലയിൽ, റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നത് വ്യവസായം ചെയ്യുമ്പം പലപ്പോഴും നമുക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് ചിലപ്പോൾ പൊരുത്തക്കേട് വരാം. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പൊരുത്തക്കേട് ആവണമെന്നില്ല. പക്ഷെ അത് വന്നിട്ട് നാളെ ഒരു സമയത്ത് അതിനെ കൊണ്ടുപോയി നമ്മളൊരു ഇൻകം ടാക്സ് റെയ്ഡ് വരിക, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് വരിക. ആ റെയ്ഡ് വന്നിട്ട് കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയ ഇമേജോ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗുഡ് വില്ലൊക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് പോകുമ്പം അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പലർക്കും താങ്ങാൻ പറ്റില്ല. അദ്ദേഹം എമിറേറ്റ്സ് ഹിൽസിലൊക്കെ വീട് വെച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പം അവിടെ താമസിക്കുന്ന NRI ആണ്. അപ്പൊ അങ്ങനെ ഒരാള് എത്രയോ പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, എത്രയോ പേർക്ക് വരുമാനം സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നാൾ ചെയ്ത സാധനം വെറുതെ ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് അത് പോകുന്നതിനുള്ള തോന്നൽ വരുമ്പം അതിനെ നമ്മൾ കാണിക്കുന്ന ഒരു വലിയ രീതിയിൽ ഒരു കുറ്റപ്പുള്ളിയായിട്ട് കാണിച്ചാൽ മാനസികമായിട്ടൊരു സമ്മർദ്ദം ഉണ്ടാവും. അപ്പൊ മാനസിക സമ്മർദ്ദനം വരുമ്പം താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം വരുമ്പം എനിക്കറിഞ്ഞോ. പക്ഷെ ഈ തോക്ക് എങ്ങനെ അവിടെ ഒരു തോക്കൊക്കെ ഓഫീസിൽ വെച്ച് നമ്മൾ അപ്പൊ അത്രയും പ്രൊട്ടക്ഷൻ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നു. ത്രെറ്റ് ഒക്കെ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും തോക്കിന്റെ ലൈസൻസ് ഒക്കെ വെച്ചിട്ട് തോക്കൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളാരും ഓഫീസിൽ തോക്ക് വെച്ചോണ്ടല്ലോ ഇരിക്കുന്നത്. അപ്പം നമ്മളെ ഒരു ഓഫീസിൽ റെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന എല്ലാ സാധനം എടുത്ത് മാറ്റിയിട്ടല്ലേ റെയ്ഡ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ടെലിഫോൺ വരെ മാറ്റി വയ്ക്കും, മൊബൈൽ ഫോൺ വരെ പിടിച്ചു വെച്ചിട്ടാണ് റെയ്ഡ് നടത്താറുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അദ്ദേഹം ഒരു ബാംഗ്ലൂരിലെ കിടായി കർണാടകയിലെ മെമ്പർ 2008 മുതൽ അവിടെ ഇപ്പോഴും കറണ്ട് മെമ്പർ, ഡ്യൂസ് ഇല്ലാത്ത ഒരു മെമ്പറാണ്. അപ്പം എല്ലാ രീതിയിലും നമുക്കിപ്പം കേരളത്തിൽ തന്നെ നമ്മൾ നോക്കാം, എത്രയോ പ്രോജക്ട്സ് അവർ ചെയ്യുമില്ലേ. അപ്പം ചില പ്രോബ്ലംസ് എല്ലാ ബിസിനസ്സിൻ്റെ അകത്ത്, ഇപ്പം ഒരു ബിസിനസ് ഓഡിറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഏത് ബിസിനസ്, ഇപ്പം കേന്ദ്ര സർക്കാരിന് ആരും ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ, കേരള സംസ്ഥാന സർക്കാർ ശരിയല്ലാന്ന് പറയുന്ന പോലെയാണ് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ ആരും ഒന്ന് ഓഡിറ്റ്, ഇൻകം ടാക്സ് ആവട്ടെ, എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ആരും ഒന്ന് ഓഡിറ്റ് ചെയ്താലും ചെറിയ പൊരുത്തക്കേടൊക്കെ കാണും. ആ പൊരുത്തക്കേട് ഡെലിബറേറ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് റിയൽ ആയിട്ടുള്ള ഡെലിബറേറ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെയാണോ പറ്റിപ്പോയെന്നൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഇരിക്കും. അതേപോലെ അത്രയും ചെയർമാൻ എന്ന നിലയ്ക്ക്, മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ഇതെല്ലാം താഴോട്ടുള്ള എല്ലാം അറിയണമെന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ വന്നപ്പോൾ ഈ ക്വസ്റ്റ്യനിങ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നല്ല മാനസികമായിട്ട് നല്ല രീതിയിലുള്ള സ്ട്രെസ് കൊടുത്തു, ടെൻഷൻ കൊടുത്തു. ഒരു സ്റ്റേജ് വന്ന് അറസ്റ്റ് ചെയ്യുന്നുള്ള സിറ്റുവേഷൻ വല്ലതും വന്നതാണ് ഞാൻ കേട്ടത്. അവിടുത്തെ ജോലിക്കാർ പറയുന്ന അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് എത്രയാണ് സത്യം നമ്മൾ ബാക്കിയൊന്നും കണ്ടിട്ടില്ല, നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് അൺഫോർച്ചുനേറ്റ് ആണ്, ഇങ്ങനെ ഒരു കാര്യം വരാൻ പാടില്ല. കാര്യം ഇറ്റ് ഈസ് സെൻഡിങ് ദ റോങ് സിഗ്നൽ ടു ബിസിനസ് പീപ്പിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ വന്നാൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്ന തോന്നൽ വരുമ്പോൾ ആൾക്കാർ വരത്തില്ല. അതാണ് അതിന്റെ കാര്യം. നമ്മൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇത്രയും നാൾ അവർ ചെയ്ത പോലൊരാൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്തൊക്കെ ഇത്ര സജീവമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അന്വേഷണങ്ങളും ഒക്കെ സ്വാഭാവികമായി നടക്കുന്നതിന് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങ് ഈ ജീവനക്കാരുമായി സംസാരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവരിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്നത്, എല്ലാവർക്കും ഇതുപോലെ സെർച്ച് വരും, ചിലപ്പോൾ റെയ്ഡ് വരും. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തുള്ള വലിയ റോയുടെ പോലെ ചെയ്യാത്ത ബിസിനസ്സുകാർക്ക് പോലും സെർച്ചും റെയ്ഡും ഒക്കെ വന്നിട്ടുണ്ട്. ഈ വരുമ്പോൾ ആൾക്കാരെ നമ്മളെ അവരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് കാണിക്കുമ്പോൾ വരുന്ന ആളിന്റെ ഇത്രയും നാളത്തെ ദുരഭിമാനം വരുമ്പം, നമ്മുടെ അഭിമാനം പോകുന്ന ദുരഭിമാനം ആയി വരുമ്പോൾ സാഹചര്യം വരുമ്പം നമുക്ക് ആൾക്കാർ ഇത്രയും നാൾ നമ്മളെ കണ്ട ഈ രീതിയിലാണ്. പിറ്റേ ദിവസം പോലെ നമ്മൾ കാണുന്ന വേറെ രീതിയിലാവുന്ന ഒരു തോന്നൽ വരുമ്പം പിന്നെ നമുക്ക് ആ ഒരു ഈഗോ, അല്ലെങ്കിൽ നമുക്ക് ആ മനസ്സിൻ്റെ അകത്തുള്ള പ്രയാസം ഈഗോ ആവാം, അല്ലെങ്കിൽ മനസ്സിൻ്റെ അകത്തുള്ള ഒരു ഗുഡ് വില്ല് പോകുന്നതിന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങ് ചെയ്തു പോകും എന്നുള്ളതാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ഈസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ ഓൾ ദീസ് പ്രോബ്ലംസ്. അതെ, സൂയിസൈഡ് ഒരു സൊല്യൂഷൻ അല്ല. നമ്മൾ ഫൈറ്റ് ചെയ്യണം. എൻ്റെ വിശ്വാസം ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഏത് സിറ്റുവേഷനിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിന്ന് നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യം പ്രൂവ് ചെയ്യുന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റോയ് എനിക്ക് തോന്നുന്നു ആ സ്റ്റേജ് വരെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വെരി അൺഫോർച്ചുനേറ്റ്.